രണ്ടാമത്തെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചിരുന്ന് തുടങ്ങുകയാണ്. 112 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നൗ ദാറ്റ് യു ഹാവ് ഗോട്ട് എ ബേസിക് ഐഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പ്രാഥമികമായിട്ടുള്ള ഐഡിയ. ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ലെറ്റ് us മൂവ്, നമുക്ക് നീങ്ങാം ഓൺ ടു ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലെറ്റ് us മൂവ് ഓൺ, നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് വകഭേദങ്ങൾ, കമ്മ്യൂണിക്കേഷന്റെ വകഭേദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഒന്ന് 1121. ഒന്ന്, നമുക്കതിനെ ഫ്ലോ ഓഫ് ഇൻഫർമേഷന്റെ ബേസിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് പറയാനുള്ളത് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ഓഫ് ഇൻഫർമേഷന്റെ ബേസിൽ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നും ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാൻ പറ്റും. അതിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൻ there is the flow of information from the sender to the receiver and there is no scope for feedback. For instance, when you are reading a book, you are the receiver of information. അപ്പൊ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റേഡിയോ ഒക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ എന്താ റേഡിയോ ആണോ? റേഡിയോ ഒരു പറഞ്ഞ കേൾക്ക് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം. ഇൻ ടു വേ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച്, ഇത് മറ്റൊരു തരം കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ അകത്ത് ഇൻ വിച്ച്, അതിൽ ബോത്ത്, രണ്ടും, ദ സെൻഡർ ആൻഡ് റിസീവർ, സെൻഡറും റിസീവറും, അയക്കുന്ന ആളും കിട്ടുന്ന ആളും ആർ ഇൻവോൾവ്ഡ്, അവർ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ രണ്ടുപേരും ഒരേപോലെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും എന്നും അറിയപ്പെടുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണം, ഇൻസ്റ്റന്റ് മെസ്സേജിങ് ഈസ് എ ഫോം ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ടെലിഫോൺ ആണെങ്കിലും നമ്മൾ ചാറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അതൊക്കെ ഇതിന്റെ ടു വേ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. പിന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ട് തരത്തിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ പറയാൻ പറ്റും. ഒന്ന് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ വെൻ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ ഈക്വൽ. ഫോർ ഇൻസ്റ്റൻസ്, എ കൺവെർസേഷൻ ബിറ്റ്വീൻ യുവർ ഫ്രണ്ട്സ് ആൻഡ് യു. ഇപ്പൊ രണ്ടുപേര് തുല്യ അളവിലുള്ള അല്ലെങ്കിൽ തുല്യ എന്താ പറയാ, നമ്മുടെ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സിമെട്രിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. പിന്നെ രണ്ടാമത് വരുന്നത് ടു വേ കമ്മ്യൂണിക്കേഷൻ, അസിമെട്രിക് കമ്മ്യൂണിക്കേഷൻ. അതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിലൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ. ഒരാൾ ഡൊമിനേറ്റ് ചെയ്യുന്നു, ഒരാൾ മറ്റുള്ളവർ കേൾക്കുന്നു പറയാം, പക്ഷെ എന്നാലും കുറച്ചൊരു പരിമിതികളുണ്ട്. അപ്പൊ അതാണ് വെൻ വൺ പാർട്ടി ഇൻവോൾവ്ഡ് ഹാസ് മോർ പവർ. ഇൻവോൾവ് ചെയ്ത പാർട്ടിക്ക്, ഒരാൾക്ക് മോർ പവർ, കൂടുതൽ അധികാരങ്ങളുള്ള, ഓർ ഈസ് ഡൊമിനന്റ്, കൂടുതൽ ഡൊമിനന്റ് ആകുന്ന, എന്താ പറയാ, എല്ലാം കൈകാര്യം ചെയ്യാൻ അവരാണ് കൂടുതലും ഈ കൈകാര്യം ചെയ്യുന്ന റോള്. ഫോർ ഇൻസ്റ്റൻസ്, എ ടീച്ചർ ഗിവിങ് എ ലെക്ചർ. ഒരു ക്ലാസ് കൊടുക്കുന്ന ടീച്ചർ ഒരു ഉദാഹരണം. ഇനി അതിൽ പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ തരത്തിലാണ് വരുന്നത്? അതിലൊന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് വാക്കുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ. ആ വാക്കുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും. അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഫോർ ദ പർപ്പസ് ഓഫ് കൺവേയിങ് ദ ഇന്റൻഡഡ് മെസ്സേജ്. ഇപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജ് ഒന്നുകിൽ ഓറൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ ആ ലാംഗ്വേജ് നമ്മൾ സൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഹിയർ ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സ്പോക്കൺ വേർഡ്. സ്പോക്കൺ വേർഡ് ആണ് ആ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആൻഡ് ദ ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ഓൺ യൂസിങ് സൗണ്ട്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ടെലിഫോണിക് കൺവെർസേഷൻസ് ആൻഡ് വോയിസ് നോട്ട്സ് ടു നെയിം എ ഫ്യൂ ഫോൾ അണ്ടർ ദിസ് കാറ്റഗറി. അപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ ചെയ്യുന്നതൊക്കെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നു. അതിന് ലാംഗ്വേജ് വേണം എന്നുള്ളതാണ് പ്രാധാന്യം ഓറൽ കമ്മ്യൂണിക്കേഷൻ. അത് വാക്കുകൾ കൊണ്ടാവാം, എഴുത്തുകൊണ്ടാവാം. വാക്കുകൾ കൊണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു, എഴുത്തുകൊണ്ടാകുമ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ റിട്ടൺ ഫോം. റിട്ടൺ ഫോമിലുള്ള കമ്മ്യൂണിക്കേഷൻ. എ വൈഡ് റേഞ്ച് ഓഫ് ഫോംസ് യൂസ് ദ റിട്ടൺ വേർഡ് ആസ് ദ മീഡിയം. അപ്പം എ വൈഡ് റേഞ്ച് ഓഫ് ഫോംസ് യൂസ് ദ റിട്ടൺ വേർഡ് ആസ് ദ മീഡിയം. അതായത് ഇമെയിൽ ആവട്ടെ, ഈ ഫോംസ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഫോംസ്, ഇമെയിൽ, ടെക്സ്റ്റുകൾ, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, SMS, പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതിലൊക്കെ നമ്മൾ ഡോക്യുമെന്റ്സ്, ഹാൻഡ് ബുക്സ്, പോസ്റ്റേഴ്സ്, ഫ്ലയേഴ്സ്, ഇതിലൊക്കെ നമ്മൾ എഴുത്ത്
ഉപയോഗിക്കുന്നു, എഴുത്തുപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 തരത്തിൽ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷനും. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അക്ഷരങ്ങളില്ലാത്ത കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിലേസ് മെസ്സേജസ് വിത്തൗട്ട് ദ ട്രാൻസ്മിഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്. വാക്കുകളില്ല കമ്മ്യൂണിക്കേഷനിൽ, ആ കമ്മ്യൂണിക്കേഷൻ വാക്കുകളില്ല, പക്ഷേ ആശയങ്ങളുണ്ട്. ദിസ് വുഡ് കംപ്രൈസ്, ഇത് ഉൾപ്പെടുന്നു, ഓഫ് 2 മേജർ ഫോംസ്, 2 തരത്തിലാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇൻ ബോത്ത് കേസസ്, രണ്ട് കേസിലും, ഈ 2 തരത്തിലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫൺ enhances or further enriches the message conveyed through verbal communication. The non-verbal communication, വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇൻ ബോത്ത് കേസ്, 2 കേസിലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫൺ എൻഹാൻസസ്, മിക്കപ്പോഴും, ഓർ ഫർദർ എൻറിച്ചസ്, അതിനെ എൻറിച്ച് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അതിനെ വർദ്ധിപ്പിക്കുക, അതിനെ വിപുലപ്പെടുത്തുക. മെസ്സേജ് കൺവേഡ് ത്രൂ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു കാര്യം പറയുന്നു, അതോടൊപ്പം തന്നെ ചിത്രം കൂടി കാണിക്കുന്നു, അപ്പോൾ അത് എൻഹാൻസ് ചെയ്യുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. വിഷ്വൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ഇനി വരുന്നത്, അത് ദിസ് റെഫേഴ്സ് ടു, ഇതിനെ പ്രതിനിധീകരിക്കുന്നു. ദിസ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംബൽസ് കൊണ്ട്, അടയാളങ്ങളൊക്കെ കൊണ്ട്, ചിത്രങ്ങൾ കൊണ്ട്, പ്ലക്കാർഡുകൾ കൊണ്ട്, ഇലസ്ട്രേഷൻസ് കൊണ്ട്, ആൻഡ് അതർ ഗ്രാഫിക്കൽ എയ്ഡ്സ്, മറ്റ് ഗ്രാഫിക്കൽ സഹായങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നതാണ് വിഷ്വൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻ എഫക്റ്റീവ് ഇലസ്ട്രേഷൻ ഓഫ് ദ സെയിം വുഡ് ബി ദ യൂസ് ഓഫ് ട്രാഫിക് ലൈറ്റ്സ്. ട്രാഫിക് ലൈറ്റിൽ സ്റ്റോപ്പ് എന്നുള്ള വാക്ക് എഴുതാതെ തന്നെ റെഡ് നമ്മളോട് പറയുന്നത് സ്റ്റോപ്പ് എന്നുള്ള വാക്കാണ്. പിന്നെ നമ്മൾ ഗ്രീൻ സിമ്പിൾ വരുമ്പോൾ പ്രൊസീഡ്, നമുക്ക് അതുപോലെ തന്നെ റൈറ്റ്, ലെഫ്റ്റ് എന്നെല്ലാം തന്നെ വിത്തൗട്ട് യൂസിങ് ഒരു സൗണ്ടോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ ഇല്ലാതെ തന്നെ നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതനുസരിച്ച് മനുഷ്യന്മാർ മൂവ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഹിയർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെന്റഡ് ത്രൂ ദ യൂസ് ഓഫ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷന് എപ്പോഴും തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, അത് ഫീൽ ചെയ്ത് പറയുന്നു, ചിരിച്ചുകൊണ്ട് പറയുന്നു, ബോഡി എന്തെങ്കിലും തരത്തിൽ ചലിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന അതാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Here verbal communication is supplemented through the use of gestures, body language and expressions. This may be deployed to communicate mood, opinion or even a reaction to a message that is being relayed. അപ്പം ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട്, ബോഡി ലാംഗ്വേജ് എന്ന് പറയാറില്ല, അവൻ്റെ ബോഡി ലാംഗ്വേജ് കേട്ടാൽ അറിയാം, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് നോൺ വെർബൽ, ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാറ്റഗറിയിൽ. ദിസ് ഇൻക്ലൂഡ്സ് എലമെന്റ്സ് സച്ച് ആസ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ദേഷ്യം, ഭാവം, സന്തോഷം, സങ്കടം, ടോണ്, നമ്മൾ പറയുന്ന ആ ഒരു ടോണില്ലേ നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന, പിന്നെ നമ്മുടെ പോസ്ചർ, നമ്മുടെ നിൽപ്പ്, നമ്മുടെ സ്റ്റാൻസ്, നമ്മുടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്, ടച്ച്, നമ്മുടെ ടച്ച്, പിന്നെ ഗെയ്സ്, നമ്മുടെ നോട്ടം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതർ ആസ്പെക്ട്സ് സച്ച് ആസ് ഐ കോണ്ടാക്ട് ആൻഡ് പ്രോക്സിമിക്സ്. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് അകലത്തിൽ നിൽക്കുന്നു, ഐ കോണ്ടാക്ട്. പിന്നെ നമ്മുടെ മറ്റ് പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ സ്പേസ്, എത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം പേഴ്സണൽ സ്പേസ്, നമ്മളും അവരും തമ്മിലുള്ള അകലം, ഇതൊക്കെ അതാണ് ഈ പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അകലത്തിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് പേഴ്സണൽ സ്പേസ് എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ, ഈ പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ കണ്ണിന്റെ അടുത്താണോ, അയാളുടെ അടുത്താണോ, അയാൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്താണോ എന്നനുസരിച്ചൊക്കെ ഇത് നിർണ്ണയിക്കുമെന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ടു കമ്മ്യൂണിക്കേറ്റേഴ്സ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നമ്മളുടെ അകലം, പിന്നെ ബാക്കി എന്താ, കണ്ണും തമ്മിലുള്ള അകലം, ഇതൊക്കെ തന്നെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 114 മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിലൊന്ന് അഗ്രസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അഗ്രസീവ്, വളരെ എന്താ പറയാ, നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല, അറ്റാക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ്. യു മൈറ്റ് ഹാവ് ഹാഡ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം. അൺപ്ലസന്റ് എക്സ്പീരിയൻസസ്, വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള, സന്തോഷകരമല്ലാത്ത എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ. വിത്ത് ആൻ ആംഗ്രി പേഴ്സൺ, ഒരു ദേഷ്യപ്പെടുന്ന മനുഷ്യനുമായിട്ട്.
അറ്റ് സം പോയിന്റ്, ചില സന്ദർഭങ്ങളിൽ, ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ, ഹാവിൻ യു, നിങ്ങൾക്കില്ലേ? ഹൗ ഡിഡ് ഹി ഷീ ബിഹേവ്, എങ്ങനെയാണ് അവർ പെരുമാറിയത്, അവൾ അല്ലെങ്കിൽ അവൻ പെരുമാറിയത്. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു, ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ടു സച്ച് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ സ്ട്രോങ് ഇമോഷൻസ് ആർ എക്സിബിറ്റഡ്, നമ്മുടെ വളരെ വൈകാരികമായിട്ടുള്ള ശക്തമായ വികാരങ്ങൾ എക്സിബിറ്റ് ചെയ്യപ്പെടുന്നു. റൈസ്ഡ് വോയിസ് ഓർ ഷൗട്ടിങ്, ഉയർന്ന ശബ്ദം അല്ലെങ്കിൽ ഷൗട്ടിങ്, വിളിച്ചു പറയല്. ജസ്റ്റേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ഹേറ്റ്രഡ് ഓർ ആങ്കർ, വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം ഉരുത്തിരിയുന്ന ആംഗ്യങ്ങൾ. ഇറിറ്റബിലിറ്റി, നമുക്ക് നമ്മുടെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഡൊമിനേഷൻ, നമ്മുടെ മേല് മേൽ കയറുക എന്ന് പറയില്ലേ, നമ്മളെ എന്താ പറയാ, ഭരിക്കുക. ത്രെട്ടനിങ്, നമ്മളെ ഭീഷണിപ്പെടുത്തുക. എക്സ്ട്രാ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ, അതാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന വഴക്കുകളും ത്രെട്ടും കൊല്ലും എന്ന് പറയുന്നതും നിങ്ങളെ കാണിച്ചില്ല എന്ന് പറയുന്നതും ഒക്കെ തന്നെ അഗ്രസീവ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഇമാജിൻ എ ബുള്ളി അറ്റ് സ്കൂൾ, നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, ആരെങ്കിലും അടികിട്ടോ, നുള്ളുകയോ മാന്തുകയോ പിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. Those at the receiving end of the aggressive kind of communication would not find it a good experience at all. എന്തായാലും ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യരുത്. കാരണം അത് കിട്ടുന്ന ആൾക്ക് അത് സന്തോഷപ്രദമാവില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഫക്റ്റീവ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഫേഴ്സ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. നമ്മൾ അത് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. മാത്രമല്ല അതിനൊരു ഫീഡ്ബാക്കിന് സാധ്യതയുമില്ല. അപ്പൊ മാത്രമല്ല, ഫീഡ്ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊരു വീണ്ടും അഗ്രസീവ് ഫീഡ്ബാക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ പാസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ്. വെൻ ദ റിസീവർ അക്സെപ്റ്റ്സ് എവറിത്തിങ് ഇൻ സൈലൻസ് ദോ ഹി ഷീ ഡിസഗ്രീസ് ടു ദ ഐഡിയാസ്. വളരെ പാസീവായിട്ട്, എന്താ പറയാ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കും, പക്ഷെ നമ്മൾ ഉൾക്കൊള്ളില്ല. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ തന്നെ വേറെ ചിന്തയിലായിരിക്കും. കേൾക്കാൻ തോന്നും കേട്ട് കഴിഞ്ഞാൽ, പക്ഷെ അല്ല എന്ന് പറയുന്നതാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, ഒട്ടും തന്നെ ചെവി കൊടുക്കാതിരിക്കുക. അത്തരം ഒരു കമ്മ്യൂണിക്കേഷനാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെൻ ദ റിസീവർ അക്സെപ്റ്റ്സ് എവറിത്തിങ് ഇൻ സൈലൻസ് ദോ ഹി ഷീ ഡിസഗ്രീസ് ടു ദ ഐഡിയാസ് ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് പാസീവ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ പേഴ്സൺ. മറ്റുള്ളവർ പറയുന്ന ആൾക്കാരെ വിശ്വാസമില്ലാത്ത സമയത്തൊക്കെ തന്നെ നമുക്ക് അത് പാസീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറും. ഹു ഈസിലി ഈൽഡ്സ് ടു ദ അതർ പേഴ്സൺ ആൻഡ് ഇറ്റ് മേ ബി ഡ്യൂ ടു ഇൻഡിഫറൻസ് ഓർ ടു അവോയ്ഡ് confrontation. It is not healthy practice to be passive in communication as it can lead to long-term issues like anger build-up, stress, etc. For instance, in a patriarchal society like ours, girls are taught to be remain passive and accept everything in silence. അപ്പോൾ പാസീവ് കമ്മ്യൂണിക്കേഷൻ നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ്, ഒരു ആരോഗ്യകരമായ പ്രവണതയല്ല ടു ബി പാസീവ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ പാസീവ് ആയിരിക്കുക എന്നത്. ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ലോങ് ടേം ഇഷ്യൂ ലൈക്ക് ആങ്കർ ബിൽഡപ്പ്. നമ്മൾ പറഞ്ഞ ഒരാൾ കേട്ടിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, ആണുങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സൊസൈറ്റി, നമ്മളെപ്പോലുള്ള സൊസൈറ്റിയിൽ പെൺകുട്ടികൾ ആർ ടോട്ട് ടു ബി റിമെയിൻ പാസീവ് ആൻഡ് ആക്സെപ്റ്റ് എവറിത്തിങ് ഇൻ സൈലൻസ്. പെൺകുട്ടികളോട് സാർ നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊന്നും പറയാൻ പോകണ്ട, കേട്ടിട്ട് പോന്നാൽ മതി, അല്ലെങ്കിൽ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു പാസീവ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. പാസീവ്, അഗ്രസീവ്, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ. Some persons may appear passive on the surface but express their disagreements in subtle forms. Subtle എന്നാണ്, ബി അവിടെ സൈലന്റ് ആണ്. ചില ആൾക്കാർ മേ അപ്പിയർ കാണപ്പെടാം, പാസീവായിട്ട് കാണപ്പെടാം, ഓൺ ദ സർഫേസ്, പുറമേ അവർ പാസീവായിട്ട് കാണപ്പെടാം, ബട്ട് എക്സ്പ്രസ് ദെയർ ഡിസഗ്രിമെന്റ്സ് ഇൻ സട്ടിൽ ഫോംസ്. വേറെ ഒരു രൂപത്തിൽ മെല്ലെ അവരുടെ ഡിസഗ്രിമെന്റ് പുറത്തിറക്കുന്നു. They never confront but use tactics like muttering to oneself, sulking, spreading rumors, giving the silent treatment, giving backhanded compliments, etc. They may seem cooperative but in reality are resentful. അപ്പൊ അവര് എന്താന്ന് വെച്ചാല്, അവര് ഈ ആളോട് നേരിട്ട് പറയില്ലെങ്കിലും അവർ പറയുന്നതെല്ലാം തന്നെ എന്താ പറയാ, അവർ പറയുന്നതെല്ലാം തന്നെ ഇവര് നമ്മൾ പുറംതിരിഞ്ഞിരുന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മൂകമായിട്ട് ശാന്തമായിട്ട് ഇവിടെ നിന്ന് പറയുകയോ
പിന്നെ റൂമേഴ്സ്, അവരെ പറ്റി റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ പിന്നെ പാസീവ് അഗ്രസീവ് എന്ന് പറയുന്നത്. പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഉള്ളത് അസർട്ടീവ് ആണ്. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയർ എ പേഴ്സൺ എക്സ്പ്രസസ് ഹിസ് ഹെർ ഫീലിങ്സ്. അപ്പൊ എന്തായാലും ഇതാണ് മാതൃകാപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് അസർട്ടീവ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയർ എ പേഴ്സൺ എക്സ്പ്രസസ്, ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നു ഹിസ് ഹെർ ഫീലിങ്സ്, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഫീലിങ്സ്, ഐഡിയാസ്, ആശയങ്ങൾ ആൻഡ് നീഡ്സ് വൈൽ കൺസിഡറിങ് ദാറ്റ് ഓഫ് അതേഴ്സ്. തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ ആശയങ്ങൾ, തൻ്റെ സങ്കടങ്ങളൊക്കെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു. അതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ് ഹാസ് സ്കോപ്പ് ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ് ആസ് ദർ ഇസ് നോ ഡൊമിനേഷൻ. അവിടെ ഒരാൾ മറ്റൊരാളെ ഭരിക്കുന്ന ആ രീതിയില്ല. സബോർഡിനേഷൻ, ഒരാൾ ചെറുത് ഒരാൾ വലുത് എന്നുള്ള സബോർഡിനേഷൻ ബൈ എനിവൺ, അതില്ല. ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നു ദ കോൺഫിഡൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ ടു എക്സിബിറ്റ് ഹിസ് ഹെർ ഐഡിയാസ് ഓപ്പൺലി. അവരുടെ നമ്മുടെ ആശയങ്ങൾ എന്താണോ എന്നുള്ളത് അത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു. ദർ ഈസ് ക്ലാരിറ്റി ഇൻ ദ അസർട്ടീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ലീവ്സ് നോ സ്കോപ്പ് ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവിടെ ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് പറഞ്ഞത് എന്താണോ എന്ന് മറ്റുള്ള ആൾക്കാർക്ക് വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് സാധ്യതയില്ല. നോ സ്കോപ്പ് ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ലീവ്സ് നോ സ്കോപ്പ് ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് വഴിവെക്കുന്നില്ല. പിന്നെ അടുത്തത് 115 എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ലെറ്റ് us now look at two important concepts in the communication process, namely encoding and decoding. രണ്ട് എൻകോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ സിംബോളിക് ഇൻ നാച്ചർ. എന്തായാലും ഹ്യൂമൻ ലാംഗ്വേജ് ഈ പറയുന്ന നമ്മുടെ ഭാഷയാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിലും ഒരു ഏറെക്കുറെ അതൊരു സിംബോളിക് ആണ്, ഒരു സിംബൽസ് ആണ്. ഐഡിയാസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ്. നമ്മുടെ ആശയങ്ങൾ സിംബൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. വെർബൽ ഓർ ഗ്രാഫിക്, നമ്മൾ വാക്കുകളാണെങ്കിലും അക്ഷരങ്ങളുടെ ഗ്രാഫിക് ആണെങ്കിലും ഒക്കെ തന്നെ അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ആൻഡ് ട്രാൻസ്മിറ്റഡ്, ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമ്മൾ അയക്കുന്നു. എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ സെൻഡർ ക്രിയേറ്റ്സ് എ മെസ്സേജ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് ബൈ വിച്ച്, അതിൽ ദ സെൻഡർ അയക്കുന്ന ആള് ക്രിയേറ്റ്സ് എ മെസ്സേജ്, ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു. തോട്ട്സ് ഓർ ഐഡിയാസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ സെൻഡർ ആർ കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ് ഓർ കോഡ്സ് ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ടു ദ റിസീവർ. അദ്ദേഹം അങ്ങനെ ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത മെസ്സേജിനെ അദ്ദേഹം ഒരു സിംബലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് കോഡിംഗ് അല്ലെങ്കിൽ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. Decoding is the process by which the receiver understands the codes and gets the meaning of the message. Decoding എന്ന് പറയുന്നത് ഈ എൻകോഡിംഗ് കിട്ടിയ ആള് അതിനെ മനസ്സിലാക്കി ഡീകോഡ് ചെയ്യുന്നു, അവിടെ വെച്ച് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു. അത് താഴെ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ട് അവര്. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണമായി, ലെറ്റ് us consider a scene which you might be familiar with from a lot of movies. നമുക്ക് മൂവിയൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇഷ്ടം പ്രകടമാക്കുന്നതിനുള്ള ഒരു സംഭവം ഇവർ വിവരിക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ആള് പ്രസൻസ് എ ബൊക്കെ ഓഫ് റെഡ് റോസസ് ടു ബി. ബിക്ക് ഒരു റെഡ് റോസിന്റെ ബൊക്കെ കൊടുക്കുന്നു. റെഡ് റോസസ് ആർ സിംബോളിക് ഓഫ് ലവ്. റെഡ് റോസസ് സ്നേഹത്തിന്റെ സിംബലാണ്, സിംബോളിക് ആണ് അതിന്റെ. അപ്പൊ വെൻ എ വാണ്ട്സ് ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ് ഹി യൂസസ് ദ സിംബൽ ഓഫ് റെഡ് റോസ്. എ തന്റെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഹി യൂസസ്, അദ്ദേഹം ഉപയോഗിക്കുന്നു, ദ സിംബൽ ഓഫ് റെഡ് റോസ്. റെഡ് റോസ് എന്ന് പറയുന്ന ആ സിംബൽ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് എൻകോഡിംഗ്. ആ ഉപയോഗിക്കുന്ന ആ പ്രവൃത്തിക്കാണ് എൻകോഡിംഗ് എന്ന് പറയാം. ബി റിസീവ്സ് ദ ബൊക്കെ ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ റെഡ് റോസസ് ആർ സിംബോളിക് ഓഫ് എസ് ഫീലിംഗ്. ആ റോസ് കിട്ടുന്നതോടുകൂടി ഇത് അവന്റെ മനസ്സാണ് എന്ന് ബി തീരുമാനിക്കുന്നു. സി ഹൗ എ ഫീലിംഗ് വാസ് എൻകോഡഡ് ഇൻ ടു എ സിംബൽ ആൻഡ് ഹൗ ഇറ്റ് വാസ് ഡീകോഡഡ്. അപ്പൊ ആ റോസിന്റെ പ്രാധാന്യം അറിയാത്ത ഒരാളാണെങ്കിൽ, ആ റോസ് തരുന്ന എന്തിനാണെന്ന് അറിയില്ലെങ്കിൽ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതാണ് പറയുന്നത്. അപ്പൊ ആ ഡീകോഡിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. റോസ് എന്ന് പറയുന്നത് ഒരാൾ സ്നേഹിക്കുമ്പോൾ വേറെ കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ മുറിഞ്ഞു പോകുന്നു. പിന്നെ ആ പൂവ് എവിടെയെങ്കിലും എറിയുന്നു, അല്ലെങ്കിൽ അത് ആ സ്നേഹം അവിടെ നടക്കുന്നത് മെറ്റീരിയലൈസ് ചെയ്യില്ല.
Here, the bouquet of red roses became the medium through which communication of the feeling took place. ബൊക്കെ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണ് ആശയവിനിമയം നടക്കുന്നത്. Let us look at another example. Imagine that A is a tourist. A എന്ന് പറയുന്ന ആൾ ഒരു ടൂറിസ്റ്റ് ആണ്. Who has come to India? ഇന്ത്യയിലേക്ക് വന്നു and lost his way. അദ്ദേഹത്തിന് വഴി പഴിച്ചു. വഴി നഷ്ടപ്പെട്ടു. കുടുങ്ങി. വഴിയിൽ അറിയാതെ കുടുങ്ങി. വഴി പഴിച്ചു എന്നല്ലട, സോറി. He wants to ask for directions to reach his hotel and talks to B. അദ്ദേഹം ബിനോട് ടോക്ക് ചെയ്യുന്നു. He wants to ask for ഡയറക്ഷൻസ്. അപ്പം ചില സ്ഥലത്തൊക്കെ നമുക്ക് ഡയറക്ഷൻസിന് ഡിറക്ഷൻസ് എന്ന് കാണാൻ പറ്റും. അത് അമേരിക്കൻ സ്പെല്ലിങ്ങും ബ്രിട്ടീഷ് സ്പെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ചില പ്രൊണൗൺസിയേഷൻ അങ്ങനെ കാണാൻ പറ്റും. അതാണ്, കുഴപ്പമില്ല. സോ ഹി വാണ്ട്സ് ടു ആസ്ക് ഫോർ ഡയറക്ഷൻസ് ടു റീച്ച് ഹിസ് ഹോട്ടൽ ആൻഡ് ടോക്സ് ടു ബി. ഹോട്ടലിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ബിനോട് സംസാരിക്കുന്നു. എ പെഡസ്ട്രിയൻ. ബി എന്ന് പറയുന്നത് ഒരു നടക്കുന്ന ആളാണ്, ഒരു കാൽനടക്കാരൻ. ദ മെസ്സേജ് എ വാണ്ട്സ് ടു കൺവേ ഈസ് ദാറ്റ്. എ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. ഹി നീഡ്സ് ഹെൽപ്പ്. അദ്ദേഹത്തിന് സഹായം ആവശ്യമുണ്ട്. ടു ഫൈൻഡ് ഡയറക്ഷൻസ്. ദിശ അറിയാനായിട്ട് അദ്ദേഹത്തിന് സഹായം ആവശ്യമുണ്ട് എന്നുള്ള മെസ്സേജാണ് അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഹി എൻകോഡ്സ് ദ മെസ്സേജ് ഇൻ ടു വേർഡ്സ്. ആ ഒരു മെസ്സേജ് അദ്ദേഹം വേർഡായിട്ട് മാറ്റുന്നു. ഒരു വേർഡായിട്ട് മാറ്റുന്നു. അപ്പൊ എ ചോദിക്കണം, എക്സ്ക്യൂസ് മീ, ഹലോ, ക്ഷമിക്കണം, ഹൗ കാൻ ഐ ഗെറ്റ് ടു ZYZ ഹോട്ടൽ ഫ്രം ഹിയർ? ഈ ഇസഡ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് എനിക്ക് ഇവിടുന്ന് എങ്ങനെ എത്താനാവും? അപ്പൊ ബി പറയുന്നു, ബി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് അറിയണം. അതാണ് എൻകോഡിങ് അവിടെ നടക്കണം. സോറി, ഡീകോഡിങ്. ബി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, ഡീകോഡ്സ് ദ മെസ്സേജ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് റിപ്ലൈസ്. അപ്പം ഡീകോഡിന് അദ്ദേഹത്തിന് ആ ആശയം മനസ്സിലാവണം, അല്ലെങ്കിൽ അവിടെ ഡീകോഡിങ് നടക്കില്ല. ടേക്ക് ദിസ് റോഡ് ഫോർ അബൌട്ട് 100 meters. ഈ റോഡ് നിങ്ങൾ 100 മീറ്റർ നടക്കുക. ആൻഡ് ദെൻ ടേക്ക് ദ റൈറ്റ് ടേൺ. പിന്നെ വലത്തേക്ക് തിരിയുക. യു വിൽ ഫൈൻഡ് എ ബസ് സ്റ്റോപ്പ്. നിങ്ങൾക്ക് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. ടേക്ക് ബസ് നമ്പർ 350 ആൻഡ് ഗെറ്റ് ഓഫ് അറ്റ് ABC സ്ട്രീറ്റ്. നിങ്ങൾ 350 ബസ്സിലേക്ക് കയറുക. പിന്നെ ഗെറ്റ് ഓഫ്, ഇറങ്ങുക, അറ്റ് ABC സ്ട്രീറ്റിൽ ഇറങ്ങുക. ദ ഹോട്ടൽ ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഹോട്ടൽ. ഓർ ഇഫ് യു വിഷ് ടു ടേക്ക് എ ക്യാബ്, അതർവൈസ്, അല്ലെങ്കിൽ ഇഫ് യു വിഷ് ടു ടേക്ക് എ ക്യാബ്, നിങ്ങളൊരു ടാക്സി ക്യാബ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദർ ഇസ് എ ടാക്സി ക്യാബ് സ്റ്റാൻഡ് നിയർ ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു ടാക്സി ക്യാബിന്റെ സ്റ്റോപ്പ് ഉണ്ട്. ആ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഇറ്റ് വുഡ് കോസ്റ്റ് യു അറൌണ്ട് Rs 200. ഇത് നിങ്ങൾക്ക് അത് ഒരു 200 രൂപ അതിന് ചിലവാകും. നോട്ടീസ് ഹൗ ബി ആഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി ഓഫ് ഹെൽപ്പ് ടു എ. എങ്ങനെയാണ് ബി അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ഇമാജിൻ ദാറ്റ് ബി ഡസ് നോട്ട് കോംപ്രിഹെൻഡ് ഇംഗ്ലീഷ്. ഈ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, സങ്കല്പിച്ച് നോക്കുക. ബിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല എങ്കിൽ ഹി കനോട്ട് ഡീകോഡ് എസ് മെസ്സേജ്. എ പറയുന്ന ആ ഒരു ചോദ്യം അദ്ദേഹത്തിന് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇൻഎഫക്റ്റീവ്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ബാക്കി റീക്യാപ്പിന്റെ അകത്ത് ഇൻഫർമേഷൻ താഴെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്.